ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടുത്തെ സവാര ജബോട്ടിക്കാവയുടെ കാഴ്ചകളിലേക്കാണ്. ഈ മരം ഏകദേശം 13 വർഷം മുൻപ് ഞാൻ നട്ട ഒരു സീഡ്ലിംഗ് ആണ്. ഏതാണ്ട് 8 വർഷമായപ്പോഴാണിത് ആദ്യമായി കായ്ച്ചു തുടങ്ങിയത്. ഇതിൻ്റെ പീക്ക് ഫ്രൂട്ടിംഗ് സീസൺ എന്ന് പറയുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ്. എന്നാലും വർഷത്തിൽ ഇത് പലതവണ കായ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് കായ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ സീസണിലും കിലോ കണക്കിന് കായകൾ കിട്ടും എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പൂവിൽ നിന്ന് കായകൾ പഴമായി മാറാൻ ഏകദേശം 1 മാസമാണ് എടുക്കുന്നത്. ഇത്തവണ ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് മരം നന്നായി പൂത്തു, നന്നായി കായവും പിടിച്ചിരുന്നു. പിന്നെ ഇതിന് വേനലായി കഴിഞ്ഞാൽ നല്ല തോതിൽ നന വേണം. പിന്നെ സോയിൽ ഇതിന് വേണ്ടത് അല്പം അസിഡിറ്റിയുള്ള മണ്ണാണ് വേണ്ടത്. ഇതിൻ്റെ ഫെർട്ടിലൈസേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് അയൺ കണ്ടൻ്റുള്ള വളങ്ങൾ അല്പം കൂടുതൽ വേണം. പിന്നെ അല്പം മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ മാസത്തിലൊരിക്കലെങ്കിലും ഒന്ന് ഫോളിയറായിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ ഈ മരത്തിൽ പച്ച കളറുള്ള പഴങ്ങളും അല്പം ഡാർക്കായ പഴങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതിൽ ഡാർക്ക് കളറിലേക്ക് വന്ന ശേഷം വീണ്ടും ഒരു 4-5 ദിവസം കൂടെ നിർത്തുക. അതായത് നല്ല ബ്ലാക്ക് ആയതിനു ശേഷം കുറച്ച് ദിവസം കൂടെ മരത്തെ തന്നെ നിർത്തിയതിന് ശേഷമാണ് നല്ല മധുരത്തിലേക്ക് വരുന്നത്. അപ്പോൾ മറ്റ് വെറൈറ്റികളായിട്ടുള്ള പ്രിക്കോസിയ സ്കാർലറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു അല്പം കളർ വന്നാൽ മതി. അതായത് പകുതി പഴുത്താൽ പോലും അത് കഴിക്കാൻ മധുരം ഉണ്ടാവും. പക്ഷേ സബാര ഒന്ന് സോഫ്റ്റായി അല്ലെങ്കിൽ ഉള്ളിൽ നന്നായിട്ട് ജ്യൂസൊക്കെ ആയി വന്നെങ്കിൽ അത് കുറച്ചും കൂടെ ഓവർ റൈപ്പ് ആവണം. അപ്പോൾ ഞാൻ ഈ വർഷങ്ങൾക്ക് മുമ്പ് ഈ സാധനം കളക്ട് ചെയ്തപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് ഈ ജബോട്ടിക്കാവ എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. ഒരു കറിവേപ്പിലയുടെ ഇല പോലുള്ളൊരു ചെടി. അപ്പോൾ അന്ന് ഇത് കൊണ്ടുവച്ചതിന് ശേഷമാണ് ഞാൻ വീണ്ടും ഇതിനെപ്പറ്റി മനസ്സിലാക്കി ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റികളുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയത്. അപ്പോൾ ഇതിന് ശേഷം മറ്റ് പല ഹൈബ്രിഡ് വെറൈറ്റികളും കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റികളാണ് ആദ്യം കായ്ച്ചത്. അതിന് ശേഷമാണ് സബാര കായ്ക്കാൻ തുടങ്ങിയത്. പഴം പഴുക്കാൻ തുടങ്ങിയാൽ ധാരാളം കിളികളും അണ്ണാനും ഒക്കെ വരും. അപ്പോൾ ഒരു നെറ്റിട്ടില്ലെങ്കിൽ പഴങ്ങൾ ഒരു കൊത്തിക്കൊണ്ട് പോകും. ഈ വർഷം ഞാൻ നെറ്റിട്ടില്ല, പക്ഷേ ഈ വർഷം പൊതുവെ കിളികൾ അല്പം കുറവായിരുന്നു. അതുകൊണ്ട് നെറ്റിടാതെ തന്നെ പഴങ്ങളെല്ലാം ഒരു വിധം കിട്ടി. ഇനി നമുക്ക് കുറച്ച് നന്നായിട്ട് പഴുത്ത പഴം എടുത്ത് അതൊന്ന് മുറിച്ചൊക്കെ നോക്കാം. ഇത് ഞാനിപ്പോൾ പറഞ്ഞോണം കുറച്ച് ഓവർ റൈപ്പായ പഴങ്ങളാണ്. നന്നായി പഴുത്തതിന് ശേഷവും കുറച്ച് ദിവസം മരത്തിലൊക്കെ നിന്നിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഇത് ഇങ്ങനെ മുറിക്കുമ്പോൾ ഇതിനകത്ത് സാധാരണയായിട്ടൊരു 2-3 വിത്തൊക്കെയാണ് കാണുന്നത്. മാക്സിമം 3 വിത്തൊക്കെയാണ് ഉണ്ടാവുക. സബാരയുടെ വിത്തുകൾ വളരെ ചെറുതായിരിക്കും. പിന്നെ കാമ്പ് നല്ല ജ്യൂസിയാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ അത് ഈ തൊണ്ടിനൊരല്പം കട്ടി കൂടുതലുണ്ടാവാറുണ്ട്. പിന്നെ കഴിക്കുന്ന സമയത്ത് നമ്മൾ തൊണ്ട് കളയണം. അത് നമുക്ക് സ്ക്യൂസ് ചെയ്ത് പതുക്കെ എടുക്കാം. തൊണ്ട് എളുപ്പം റിമൂവായി പോരും. ഈ തൊണ്ടിൻ്റെ ഭാഗത്ത് ചെറിയൊരു ചവർപ്പും പുളിപ്പുമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് തൊണ്ട് കളയണം എന്ന് പറഞ്ഞത്. അപ്പോൾ അധികം സ്ഥലമൊന്നും എടുക്കാതെ വളരെ മനോഹരമായി വളരുന്ന ഈ ഒരു ചെടി നമുക്ക് എന്തുകൊണ്ടും നട്ടുപിടിപ്പിക്കേണ്ട ഒന്ന് തന്നെയാണ്.